അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസകളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 4ാം ക്ലാസ്സിന്റെ താരീഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കാൻ പോകുന്നത്. 50 മാർക്കിനാണ് കൊടുത്തിട്ട് നമുക്കൊന്ന് വായിക്കാം. ആദ്യമായി യോജിപ്പിക്കാം. ആ ബോക്സിൽ നിന്നെടുത്ത് പൂരിപ്പിക്കാനാണ്. 1, രഹസ്യ പ്രബോധനം എത്ര വർഷമാണ്? 3 വർഷം. 2, 1-ാം അഖബ ഉടമ്പടി നടന്നത് നബുവത്തിന്റെ 12-ാം വർഷം. 3, മെഹറാജ് യാത്ര എന്നാണ് നബുവത്തിന്റെ 11-ാം വർഷം. 4, ത്വാഇഫിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? അദ്ദാസ്. 5, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചത് ആരെയാണ്? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. 6, ത്വാഇഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. 7, കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 2 പൂർത്തിയാക്കാം. 1, രഹസ്യ പ്രബോധനവും ആരാധനകളും നടന്നിരുന്നത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർഖസിൽ വെച്ചായിരുന്നു. 2, നജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബികളിൽ പെട്ടതല്ല. 3, പ്രകാശത്തെക്കാൾ വേഗതയുള്ള അത്ഭുത വാഹനമാണ് ഏത്? ബുറാഖ്. 4, മെഹറാജ് രാത്രിയാണ് അള്ളാഹു നമുക്ക് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. ഇനി 3, എണ്ണം എഴുതാം. 1 ചോദ്യം, എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ എത്ര ആളുകളാ? പുരുഷന്മാര് 10, സ്ത്രീകൾ 4. 2, എത്യോപ്യയിലേക്കുള്ള 2ാം യാത്രയിൽ പോയവർ ആരൊക്കെയാണ്? പുരുഷന്മാർ 83, സ്ത്രീകൾ 18. 3, 1-ാം അഖബ ഉടമ്പടി ചെയ്തവർ എത്ര പേരുണ്ട്? 12 പേര്. ഇനി 4 ഉത്തരം എഴുതാം. ചോദ്യോത്തരങ്ങളാണ്. 1-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി ഏത് മുതൽ? അൻദിർ അശീറത്തക എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിനെ തുടർന്ന്. 2-ാമത്തെ ചോദ്യം, നബുവത്തിന്റെ 10-ാം വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് എങ്ങനെ? ആമൽ ഹുസ്ൻ അഥവാ ദുഃഖവർഷം എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. 3-ാമത്തെ ചോദ്യം, ത്വാഇഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു എന്ത്? കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത്. 4-ാമത്തെ ചോദ്യം, ത്വാഇഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്ര? ഏകദേശം 91 കിലോമീറ്റർ. 5-ാമത്തെ ചോദ്യം, ഇസ്റാ എന്നാൽ എന്ത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തി. ഇതിനാണ് എന്ത് പറയുന്നത്? ഇസ്റാ എന്ന് പറയുന്നത്. ഇനി 5-ാമത്തത്, ആര് പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. 1, അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. ആരാ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം. 2-ാമത്തത്, അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന രാജാവുണ്ടവിടെ. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 3-ാമത്തത്, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ആരാ പറഞ്ഞത്? അബൂലഹബാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ ചോദ്യം, 4-ാമത്തത്, ഞങ്ങളിത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്നൊരു കളവും അനുഭവിച്ചിട്ടില്ല എന്നാരാ പറഞ്ഞത്? ഖുറൈശികളാണ് അത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.